സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. അലക്ഷ്യമായി എത്തിയ കാറിടിച്ച് മരിച്ച തിരുവനന്തപുരം ഒരുവാതിൽക്കോട്ട സ്വദേശി കൃഷ്ണലാലിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഹൃദയം, വൃക്ക, കരൾ, നേതൃപടലം എന്നിവയാണ് ദാനം ചെയ്യുന്നത്. രോഗിയായ അച്ഛന് ഭക്ഷണം വാങ്ങാൻ സൈക്കിളിൽ പോകുമ്പോഴായിരുന്നു അമിത വേഗത്തിൽ ദിശ തെറ്റിയെത്തിയ കാർ കൃഷ്ണലാലിനെ. തിരുവനന്തപുരം ആനയറയിലെ ഒരുവാതിൽക്കോട്ട സ്വദേശി 33 വയസ്സുള്ള കൃഷ്ണലാലിന്റെ 6 അവയവങ്ങളാണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് പുതുജീവൻ ഏകുന്നത്. കഴിഞ്ഞ ദിവസം പിതാവിന് ഭക്ഷണം വാങ്ങാനായി സൈക്കിളിൽ പുറത്തേക്ക് ഇറങ്ങിയ കൃഷ്ണലാലിനെ ദിശ തെറ്റിച്ച് വന്ന വാഹനം കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കാർ ഓടിച്ചിരുന്നയാൾ ഇപ്പോൾ റിമാൻഡിലാണ്, പോലീസ് കസ്റ്റഡിയിലാണ്. മാത്രമല്ല ഈ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് കുടുംബം ഒത്തൊരുമിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു അവയവദാനം നടത്താമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും എയർപോർട്ടിലേക്ക് റോഡ് മാർഗ്ഗം, അവിടെ നിന്ന് എയർ ആംബുലൻസിലായിരിക്കും കോട്ടയത്തിലേക്ക് എത്തിക്കുക. അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഹൃദയം കൈമാറുന്നത്. മറ്റ് 2 വൃക്കകളും കരളും 2 നേത്രപടലങ്ങളും അടക്കം 6 ഹൃദയമടക്കം 6 അവയവങ്ങളാണ് 6 പേർക്ക് ജീവനേകാൻ പോകുന്നത്. ഈ ഒരു കൃഷ്ണലാലിന്റെ അമ്മ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം അച്ഛന് വേണ്ടി ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ഈ ഒരു ദാരുണമായ അപകടം ഉണ്ടാവുകയും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ ഇരിക്കുകയാണ് മരണം നടന്നത്. 2 മണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഹൃദയം ഇവിടെ നിന്നും കോട്ടയത്തേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് അവയവങ്ങൾ, നേത്രപടലങ്ങളും ഒപ്പം വൃക്കയും അടക്കമുള്ള അവയവങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ആശുപത്രികളിലേക്കാണ് ദാനം ചെയ്തിരിക്കുന്നത്. എന്തിനായാലും ഈ ഒരു തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്നും വീണ്ടും ഒരു അവയവദാനത്തിന്റെ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട്. എന്തായാലും അവയവദാനവുമായി ബന്ധപ്പെട്ട ഹൃദയത്തിന്റെ ദാതാവിലേക്ക് ഇന്ന് വൈകുന്നേരത്തിനോട് തന്നെ ശസ്ത്രക്രിയാ പ്രക്രിയകൾ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഹൃദയം അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പ്രക്രിയകൾ മറ്റും ആരംഭിക്കുമെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന വിവരം. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.